അപ്പോൾ ഒരുപാട് സമാധി സ്ഥലത്ത് അവർ പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തമലയിൽ ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ ഗുഹയിൽ അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ടു. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ അങ്ങനത്തെ ഒരു വർത്താനം. അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിംഗ് ദ top concrete slab of the tomb, the portion of the body comprising of head, neck, chest, upper part of the abdomen, both arms up to elbow. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്, മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓൾസോ ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് 4ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്. അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു. മനസ്സിലായി ഉടായിപ്പല്ലേ, സംശയമൊന്നുമില്ലല്ലേ? അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ എന്റെ അമ്മയെ നാട്ടിച്ച്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവും. അതൊക്കെ സണ്ണിച്ചേട്ടൻ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പ്ലാവിന്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല. കൈലാസം അത് എല്ലാ തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ?